ഹലോ, എല്ലാവർക്കും ശോഭ വ്ളോഗ് 65ലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചവ്വരി കൊണ്ടൊരു കിച്ചടി ഉണ്ടാക്കാം. ചവ്വരിക്ക് കന്നഡയിൽ സാബുദാന, ഇംഗ്ലീഷിൽ സാഗോ. ഇതിന് വേണ്ടി നമ്മൾ ആദ്യം പീനട്ട്, അതായത് നിലകടല, കന്നഡയിൽ കടല ബീജ, ശേങ്കാ ബീജ എന്നും പറയും. ഇത് ആദ്യം വറുത്ത് കോരിയെടുക്കണം കുറച്ച്. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്തതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിക്കണം, ഒരു 3 ടീസ്പൂൺ. അതിലേക്ക് ജീരകത്തിന് കന്നഡയിൽ ജീരകനെ ಹಾಕಿ ജീരകമെണ്ണ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിക്ക് കന്നഡയിൽ ശുണ്ഠിനെ ഇട്ട് ഇത് കുറച്ച് നേരം ഒന്ന് മൂപ്പിക്കണം. ഇഞ്ചി ഇട്ടതിന് ശേഷം ഇതിലേക്ക് പച്ചമുളകിന് കന്നഡയിൽ ഹസിമെണസിനക്കായി. ഞാൻ പ്രീവിയസ് വീഡിയോയിലൊക്കെ ഇതിൻ്റെ നെയിംസ് ഇട്ടിട്ടുണ്ട്. ഹസിമെണസിനക്കായി ഇതും ഒന്ന് മൂപ്പിക്കണം. അതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില കന്നഡയിൽ ಕರಿಬೇವು. ഇതും കുറച്ചൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ತರಕಾರಿ ಟೊಮೊಟೊ ಹಾಕಬೇಕು. ಟೊಮೊಟೊವನ್ನು ಕಟ್ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇടണം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഇത് ഉപയോഗിക്കാം. ഈ ടൊമാറ്റോ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ. കുറച്ചൊന്ന് മൂപ്പിച്ചതിന് ശേഷം സ്വല്പത്തിൽ ഇത് ഫ്രൈ ആದ ಮೇಲೆ ಇದಕ್ಕೆ ഉരുളക്കിഴങ്ങ് കന്നഡയിൽ ആലുഗഡ്ഡಯನ್ನು ഈ ഉരുളക്കിഴങ്ങ് ഞാൻ ഹാഫ് ബോയിൽ ചെയ്ത ഉരുളക്കിഴങ്ങാണ് ഇട്ടത്. ഇത് ನಾನು അർദ്ധ ಬೇಯಿಸಿದ ആലുഗഡ്ಡೆ ഇതൊക്കെ ಹಾಕಿದ್ದೀನಿ. ಫುಲ್ ಬೇಯಿಸಿಟ್ಟಿಲ್ಲ, ബാക്കി ഇതിൽ വെന്തോളൂ, ബാക്കി ಇದರಲ್ಲಿ ಬೇಯುತ್ತೆ. ನಂತರ എന്നതിന് ശേഷം ഇതിന് ഈ സാബുദാന ചവരി ഞാൻ നൈറ്റ് കുതിർത്ത് വെച്ചതാണ്. 8 hours ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ಇದನ್ನು ನಾನು 8 ಗಂಟೆ ಸೋಪ್ ಮಾಡಿ ಇಟ್ಟಿರೋದು, ನೆನೆಸಿ ಇಟ್ಟಿರೋದು. ഇത് നിങ്ങൾക്ക് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലായി ഇത് കുതിർത്തതാണെന്ന് മനസ്സിലാവും. കുതിർത്ത് നല്ല പാകം വന്നതാണ്. ಇದನ್ನು ನೀವು ಇದಕ್ಕೆ ಹಾಕಬೇಕು. ഇതിട്ടതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം ഈ ചവരി ഇട്ടിട്ട് ഇതിൽ ഉപ്പ് ആവശ്യത്തിന്, ഉപ്പ് രുചിക്ക് തക്കಷ್ಟು 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ 1 ടീസ്പൂൺ കശ്മീരി മെಣಸಿನಪುಡಿ എന്ന് പറഞ്ഞാൽ മുളക് പൊടിക്ക് കന്നഡയിൽ മെಣಸಿನಪುಡಿ. ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നത് കശ്മീരി മുളക് പൊടി, കന്നഡയിൽ കശ്മീരി മെಣಸಿನಪುಡಿ. ഇത് ഇട്ടതിന് ശേഷം ഇതൊരു 10-15 മിനിറ്റ് വെന്താൽ മതി. അതിനുശേഷം ഇതൊന്ന് ചേർക്കണം. ചേർത്തതിന് ശേഷം ഇതിലേക്ക് മല്ലിയിലക്ക് കന്നഡയിൽ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪನ್ನು ಸೇರಿಸಬೇಕು. ಮಲ್ಲಿಯಿಲ ചേർക്കണം. ನಂತರ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ವറുത്ത് വെച്ചിരിക്കുന്ന ನೆಲಗಡಲ, ನಾವು ಫ್ರೈ ಮಾಡಿ ಇಟ್ಟಿರುವ ಶೇಂಗಾ ಬೀಜ ಇಲ್ಲ ಕಡಲೆ ಬೀಜವನ್ನು ಸೇರಿಸಬೇಕು. ഇതിലേക്ക് ചേർക്കണം. ಕೊನೆಯಲ್ಲಿ ലാസ്റ്റിൽ ഇതിലേക്ക് നിംബെഹണ്ണു എന്ന് വെച്ചാൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കണം. അധികം വേണ്ട, കുറച്ച് ಸೇರಿಸಬೇಕು. ಇದು ಈಗ ರೆಡಿಯಾയി.